ഹലോ. അപ്പോൾ ഞങ്ങളുടെ വീടിനടുത്തുള്ള ശ്രീ അറയ്ക്കൽ ഭദ്രകാളി ക്ഷേത്രത്തിൽ ഉത്സവം തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവിടെ കുറേ കലാപരിപാടികൾ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് പോവുകയാണ്. ആദ്യമായിട്ടാണ് ഈ അമ്പലത്തിലെ പരിപാടികൾ കാണാൻ പോണത് കേട്ടോ. അമ്പലത്തിലെത്തിയപ്പോൾ തന്നെ അല്ലുക്കുട്ടിയുടെ കൂട്ടുകാരിയെ കണ്ടു. പിന്നെ അവരങ്ങനെ ഓടിക്കളിയായി. അമ്പലത്തിൽ നട അടച്ചു. ആനയൊക്കെ പോയിട്ടുണ്ടായിരുന്നു ആ ടൈമിൽ. ഞങ്ങളുടെ വീടിനടുത്തുള്ള ഭൂരിഭാഗം പേരും അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ അവരോടൊക്കെ വർത്താനം പറഞ്ഞ് അവിടുത്തെ ഡെക്കറേഷനൊക്കെ നോക്കി കുറച്ച് നേരം നിന്നു കേട്ടോ. ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ ഭജന നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഭജന കഴിഞ്ഞിട്ടാണ് കലാപരിപാടികൾ ആരംഭിക്കണതെന്നൊരു ചേട്ടൻ പറഞ്ഞു. രാത്രി ആയതുകൊണ്ട് അല്ലുക്കുട്ടി ഉറക്കം വരുന്നു അങ്ങനെ എന്തെങ്കിലും പറഞ്ഞ് ബഹളം ഉണ്ടാക്കുമോ എന്നൊരു പേടി ഉണ്ടായിരുന്നു. പക്ഷെ ആൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. അവളുടെ കൂട്ടുകാരിയെ കണ്ടപ്പോൾ തന്നെ അല്ലുവിന് ഭയങ്കര സന്തോഷമായി. അങ്ങനെ അവിടെ ഇരിക്കാൻ നേരത്ത് അവിടുത്തെ കമ്മിറ്റിയിലെ ആൾക്കാർ വന്നിട്ട് പറഞ്ഞു തിരിഞ്ഞിരിക്കണം, വട്ടക്കളിയാണ് ആദ്യം നടക്കുന്നത്, അതിന് ശേഷമാണ് പരിപാടികൾ തുടങ്ങണേന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ ഞങ്ങൾ തിരിഞ്ഞിരുന്നു. അങ്ങനെ വട്ടക്കളി തുടങ്ങാൻ സമയമായി. ഞാനെപ്പോഴും വട്ടക്കളി ഇങ്ങനെ യൂട്യൂബിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ കേട്ടോ. ആദ്യമായിട്ടാണ് നേരിട്ട് കാണുന്നത്. ചെറിയ കുട്ടികൾ മുതൽ പ്രായമായവർ വരെ ഈ വട്ടക്കളിയിലുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഇവരുടെ എനർജി ലെവലാണ് എന്നെ ഞെട്ടിച്ച് കളഞ്ഞത്. നന്നായി കളിച്ചു. മാത്രമല്ല അവർ സ്റ്റെപ്പ് ഒന്നും തെറ്റിക്കാണ്ടാണ് കളിച്ചത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഇവർ കളിക്കണ കണ്ടപ്പോൾ ശരിക്കും എനിക്ക് കളിക്കാൻ തോന്നിയേട്ടാ. പക്ഷേ എങ്ങനെ വന്നാലും ഞാൻ സ്റ്റെപ്പ് തെറ്റിക്കും. എനിക്ക് ഇത്ര സ്റ്റെപ്പൊന്നും കാണാപ്പാടം പഠിക്കാൻ പറ്റൂല. ഈ സുന്ദരി കുട്ടിയുടെ അമ്മ വട്ടക്കളിയിലുണ്ടെന്നാണ് തോന്നണേ. ആൾക്കൊരു ചാൻസ് കിട്ടിയാൽ കളിക്കാമെന്നും പറഞ്ഞ് വന്ന് നിൽക്കുകയാണ്. ഉത്സവമായിട്ടുണ്ടെങ്കിൽ വട്ടക്കളി ഇല്ലാണ്ട് എന്താ ആഘോഷമല്ലേ. എല്ലാ പാട്ടും ഒന്നിനൊന്ന് മെച്ചമായിരുന്നു. ഇങ്ങനെ കേട്ടിരിക്കാൻ തന്നെ നല്ല രസമുണ്ടായിരുന്നു. തലേ ദിവസം നല്ല മഴ ചെയ്തുകൊണ്ട് ഇപ്രാവശ്യം മഴ കിട്ടുമോ എന്ന് പേടിയുണ്ടായിരുന്നു. ഭാഗ്യത്തിന് മഴയൊന്നും പെയ്തില്ല. അങ്ങനെ ഡാൻസ് കളിച്ച് അവസാനം വന്നപ്പോഴേക്കും അതിലൊരാൾ തലകറങ്ങി വീഴുകയും ചെയ്തത് കണ്ടപ്പോൾ എനിക്ക് ശരിക്കും പേടിയായിട്ടാ. അത് കഴിഞ്ഞ് അമ്പലത്തിലെ യൂണിറ്റിലെ കുട്ടികളുടെ കലാപരിപാടികളായിരുന്നു. അല്ലുവിൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ ഡാൻസ് ഉണ്ട്, അതുകൊണ്ട് മാത്രമാണ് ഞങ്ങളന്ന് പോയത്. അങ്ങനെ അവരുടെ ഡാൻസ് കണ്ടപ്പോൾ അല്ലുവിന് ഭയങ്കരമായിട്ട് ആഗ്രഹമായിട്ട് അവരുടെ ഒപ്പം കളിക്കണമെന്ന്. അങ്ങനെ കുട്ടികളുടെ ഡാൻസും കണ്ടിരുന്നു. അത് കഴിഞ്ഞ് ഒരു ക്ലാസിക്കൽ ഡാൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അല്ലു ഇപ്പോൾ ക്ലാസിക്കൽ ഡാൻസ് പഠിക്കുന്നത് കൊണ്ട് തന്നെ അവൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ അത് കണ്ടുകൊണ്ടിരിക്കാൻ. ആ കുട്ടി നന്നായിട്ട് ഡാൻസ് കളിച്ചു. ഇടയ്ക്കിടയ്ക്ക് പാട്ട് സ്റ്റക്കായി പോകുന്നുണ്ടായിരുന്നു. എന്നാലും ആ കുട്ടി തളരാണ്ട് നന്നായിട്ട് തന്നെ കളിച്ചു കേട്ടോ. അപ്പോഴാണ് ഞാൻ ഒരു സംഭവം കാണുന്നത്. നല്ല രസമില്ലേ കണ്ടുകൊണ്ടിരിക്കാൻ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം കേട്ടോ. അങ്ങനെ ആ പെർഫോമൻസിന് ശേഷം വന്നത് ഒരു കുഞ്ഞു മിടുക്കി കുട്ടിയുടെ ഡാൻസ് ആയിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കണ്ടിരിക്കാൻ. എല്ലാവരും ചിരിക്കുകയായിരുന്നു അവളുടെ ഡാൻസ് കണ്ടിട്ട്. സമയം ഇപ്പോൾ ഒരു 11 മണി കഴിയാറായിട്ടുണ്ട്. അല്ലുക്കുട്ടിക്കാണെങ്കിൽ ഉറക്കം വന്നിട്ട് സഹിക്കാനും പറ്റുന്നില്ല. അങ്ങനെ ഈ വാവയുടെ പെർഫോമൻസ് കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ വീട്ടിൽ പോകാമെന്ന് കരുതി. പരിപാടി കഴിയാത്തതുകൊണ്ട് തന്നെ ഞങ്ങളുടെ വഴിയിൽ ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ശരിക്കും നല്ല പട്ടിശല്യം ഉള്ളതുകൊണ്ട് പേടിച്ചാണ്ട വീട്ടിലോട്ട് പോയത്. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അടുത്ത വീഡിയോയുമായി പിന്നെ കാണാം.